ലാലേട്ടാ, പിറന്നാളിന് എല്ലാവിധ ആശംസകളും ബിഹൈൻഡ് വുഡ്സ് ഐസിന്റെ പേരിലും വീണ മുകുന്ദന്റെ പേരിലും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ചേട്ടാ. നമ്മൾ പറയില്ലേ, നമ്മൾ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കൂന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ് എന്റേത്. കാരണം ലാലേട്ടനെ പോലെ ഒരാളോട് സംസാരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കുമെന്ന് പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല. അതിങ്ങനെ സാധ്യമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഞാൻ ക്ലൗഡ് 9 നിൽക്കുകയാണ് ഇപ്പോ. എന്റെയും ഭാഗ്യമായിട്ട് ഞാനിത് കരുതുന്നു. അങ്ങയോടെ സംസാരിക്കാൻ സാധിച്ചത് എന്റെയും ഭാഗ്യമായിട്ട് കരുതുന്നു. ഏട്ടാ, എന്താണ് ബർത്ത്ഡേ പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? ഒന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്രോഗ്രാം ഒന്നുമില്ല. നിങ്ങളോട് സംസാരിക്കുന്നു, അതുപോലെ വേറെ കുറച്ച് TV ചാനലിനോടൊക്കെ സംസാരിച്ചു. ബർത്ത്ഡേ ആഘോഷമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സമയമോ കാര്യങ്ങളോ അല്ല. ഞാൻ മദ്രാസ് വീട്ടിലാണ്. ഞാൻ സാധാരണ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ, അമ്മ എറണാകുളത്താണ് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തായിരിക്കും. ഇത്തവണ അതിന് സാധിച്ചില്ല. മറ്റ് ബർത്ത്ഡേ വീട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് സുഹൃത്തുക്കളൊക്കെ വരും, അവരുമായിട്ടൊക്കെ വീട്ടിൽ ലഞ്ചോ ഡിന്നറോ ഒക്കെ കഴിക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ വളരെ പിന്നെ നമുക്ക് പരിചയമുള്ള ഒരുപാട് ചില ഓർഫനേജുകളോ അല്ലെങ്കിൽ ജീരിയാട്രിക് സ്ഥലങ്ങളിലൊക്കെ അവർക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കും. നമ്മുടെ ഈ ഫാൻസി അസോസിയേഷനിലെ കുട്ടികൾ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളൊക്കെ ഈ ദിവസം ചെയ്യും. അത്തരത്തില് നല്ലൊരു ദിവസമായിട്ട് അതിന് മാറിപ്പോകും. ആണ് ചേട്ടാ. ലാലേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ നിലത്ത് നിന്നല്ല സംസാരിക്കുന്നത്. എന്നാലും എന്താ പറയാ, നമ്മളൊക്കെ സ്നേഹിക്കുന്ന നമ്മുടെ ചങ്കാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് എനിക്ക് പേഴ്സണലായിട്ട് ലാലേട്ടനോട് കൂടുതൽ സ്നേഹം തോന്നുന്നത് എപ്പോഴും ലാലേട്ടന്റെ അമ്മയുടെ കൂടെയുള്ള ഫോട്ടോസ്, അമ്മയെ കുറിച്ചുള്ള റൈറ്റപ്സ്, ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു, കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരു ഉമ്മ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ. ലാലേട്ടനെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് അമ്മയാണോ? തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കില്ലേ. എല്ലാവരുടെയും ജീവിതത്തിൽ അമ്മയ്ക്ക് വലിയൊരു സ്ഥാനമില്ലേ. പിന്നെ അത് നമ്മൾ എങ്ങനെ അമ്മയെ കാണുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടുകളുണ്ട്. നമ്മൾ എങ്ങനെ വളർന്നു വരുന്ന സാഹചര്യം ഒക്കെയാണ്. അപ്പൊ അത്തരത്തിൽ ഞാൻ വളരെയധികം ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മകനാണ്. എന്റെ അമ്മ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്, എല്ലാവിധ പ്രാർത്ഥനകളും തന്നിട്ടുണ്ട്. ഒരുപാട് അമ്മയുടെ നല്ല സ്വഭാവ ഗുണങ്ങൾ എന്നിലേക്ക് അറിഞ്ഞോ അറിയാതെയോ തന്നിട്ടുണ്ട്. അത്തരത്തിൽ ഞാൻ അമ്മയെ വളരെയധികം സ്നേഹിക്കുന്നു. എന്റെ അമ്മയല്ല, എല്ലാ അമ്മമാരെയും ഞാൻ ഒരേപോലെ സ്നേഹിക്കുന്ന ആളാണ്. അതിന്റെ ഭാഗമായിട്ടാണോ ഈ വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ തുടങ്ങാൻ ഒരു കാരണം? അതെ, എന്റെ അച്ഛന്റെ പേര് വിശ്വനാഥൻ നായർ എന്നാണ്, അമ്മയുടെ പേര് ശാന്തകുമാരി എന്നാണ്. അപ്പൊ ആ രണ്ട് പേരുകളും കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ധാരണയിൽ തുടങ്ങിയതാണ്. ആ പ്രസ്ഥാനം വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്തതൊക്കെ അറിഞ്ഞു. ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള